രാവിലെ ഉണരുമ്പോൾ തളർച്ചയാണോ അതോ നല്ലൊരു ഉറക്കം ഇപ്പോഴും സ്വപ്നം മാത്രമാണോ? നിങ്ങളുടെ സുഖനിദ്രയ്ക്ക് കൂടെയുണ്ട് ആലുങ്കൽ ബെഡ് എംപോറിയം. ട്രെൻഡിംഗ് ആയ ലാറ്റക്സ് ബെഡുകളും മെമ്മറി ബെഡുകളും സ്പ്രിംഗ് ബെഡുകളും മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇതൊരു പരിധി വിട്ട് താഴെ സർജറി കഴിഞ്ഞവർക്കൊക്കെ ഉപയോഗിക്കാം. അടിയിൽ ബോണ്ടഡ് ഫോം 4 ഇഞ്ച് കൊടുക്കണം, 2 ഇഞ്ചിന്റെ ലാറ്റക്സ് ഫോം കൊടുക്കണം. അപ്പൊ തണവിന് തണവ് പോയി. ഇത് ബോണ്ടഡ് ഫോം, സോഫ്റ്റ് ഫോം, മെമ്മറി ഫോം. ഇത് മേൽവേദന, അങ്ങനെ ചൂട് കാര്യങ്ങളൊന്നും ഇതിലുണ്ടാവില്ല. ഇത് മാത്രമല്ല, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഏതളവിലുള്ള ബെഡുകളും സ്റ്റിച്ച് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിച്ചു നൽകുന്നു. അപ്പൊ കസ്റ്റമറിന്റെ ഇഷ്ടമാതിരിയാണ് നമ്മൾ അത് അവരുടെ കട്ടിലിന്റെ വലിപ്പത്തിനുള്ളത് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. ചേലക്കരക്കാർക്കിനി എന്നും സുഖമായി ഉറങ്ങാം. വിശ്വസ്തയോടെ ആലുങ്കൽ ബെഡ് എംപോറിയത്തോടൊപ്പം. ആലുങ്കൽ ബെഡ് എംപോറിയം, കുറുമല മാലക്കുളത്തിന് സമീപം, ചേലക്കര. ഫോൺ 9446937119 9544386365. വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥി അധ്യാപകൻ മർദ്ദിച്ച സംഭവത്തിൽ വിശദീകരണവുമായി അധ്യാപകൻ മണികണ്ഠൻ രംഗത്തെത്തി. ക്ലാസ് റൂമിൽ വിദ്യാർത്ഥി തന്നെ കളിയാക്കിയതിലുള്ള മനോവിഷമത്തിലാണ് നിയന്ത്രണം തെറ്റി വിദ്യാർത്ഥിയോട് ഇത്തരത്തിൽ പെരുമാറിയതെന്നും സംഭവിച്ചത് തെറ്റായിപ്പോയെന്നും അദ്ദേഹം പ്രതികരിച്ചു. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക്, ഞാൻ മണികണ്ഠൻ മാഷ്, വരൂർ സ്കൂളിലെ മണികണ്ഠൻ മാഷാണ്. 2 ദിവസമായിട്ട് നവമാധ്യമങ്ങളിൽ എന്നെക്കുറിച്ചുള്ള ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സംഭവം ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. ആ തെറ്റിലേക്ക് എന്നെ കൊണ്ടുവന്ന് എത്തിച്ച സംഭവം കൂടി നിങ്ങളെല്ലാവരും ഒന്ന് അറിയണം എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതൊരു വീഡിയോയിലൂടെ നിങ്ങളെ കേൾപ്പിക്കുന്നത്. ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ടീച്ചർ വാതിൽ വന്ന് തട്ടുന്നു. കുട്ടികളോട് എന്തൊരു മെസ്സേജ് കൊടുക്കാനായിട്ടാണ് ടീച്ചർ വരുന്നത്. ടീച്ചർ ക്ലാസ്സിൽ കയറിയ വശം കാണുന്നത് എത്ര മേശപ്പുറത്ത് കയറിയിരിക്കുന്നത് ചോദിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു കാഴ്ച പരിമിതിയുള്ള ഒരാൾ കൊണ്ടാണ് ഞാൻ, തീരെ കാണാത്ത ഒരാളാണ്. അപ്പോൾ ഇത്രയും 10-40 കുട്ടികൾ ആ ക്ലാസ്സിലിരിക്കുന്നു. അവർ മുന്നിൽ ഒരു കോമാളിയാക്കിയിട്ടാണ് എന്നെ കുട്ടി കാണിച്ചിരിക്കുന്നത്. ആ മേശയുടെ മുകളിൽ കയറിയിരിക്കുക. അപ്പോൾ മുൻകാലങ്ങളിലും ആ കുട്ടിയിൽ നിന്നോ മറ്റു കുട്ടികളിൽ നിന്നോ എന്നെ അങ്ങനെ ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം. എനിക്ക് അത്രയും വിഷമമായി, സങ്കടവും ദേഷ്യവും എല്ലാം കൂടി ഒരു പ്രകോപനം ഉണ്ടായി. പെട്ടെന്ന് തോന്നിയൊരു വികാരത്തിലാണ് ഞാൻ ആ കുട്ടിയെ ചെയ്തത്. ചെയ്യാൻ പാടില്ലാത്താണ്, പറ്റിപ്പോയി. അല്ലാതെ ഒരിക്കലും ഒരു വൈരാഗ്യ ബുദ്ധിയോട് കൂടിയിട്ട് കുട്ടിയോട് ചെയ്തതല്ല. എനിക്കുണ്ടായൊരു വിഷമം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചെങ്കിൽ, ഞാൻ നിങ്ങളൊരാളായി കാണും. നിങ്ങൾക്ക് ആരെങ്കിലും കാഴ്ചക്കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ വേദന അറിയും. ഇത്രയും കുട്ടികളുള്ള ആ ക്ലാസ്സിൽ എന്നെ കോമാളിക്ക് തുല്യമായിരുന്നു കുട്ടികൾ ചെയ്തിരുന്നത്. മേശറ മുകളിൽ കയറിയിരിക്കുക, പിന്നെ എന്തൊക്കെയാണ് അവരോട് ചെയ്തിരുന്നതെന്ന് എനിക്ക് കാണില്ലല്ലോ. അപ്പോൾ ഉണ്ടായ ഒരു വികാരം കൊണ്ട് പറ്റിപ്പോയതാണ്. ഇത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം.